70 സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിശിഷ്ട സേവാ മെഡൽ കേണൽ സോഫിയ ഖുറേഷിക്ക്, അശോക ചക്ര പുരസ്കാരം ശുഭാംശു ശുക്ലയ്ക്ക്, മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ കീർത്തിചക്ര പുരസ്കാരത്തിന് അർഹനായി. വൈഎസ് അഭിനന്ദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങളിൽ ഈ വിശിഷ്ട സേവാ മെഡൽ കേണൽ സോഫിയ ഖുറേഷിക്ക് ഇവരൊക്കെ വഹിച്ച പങ്ക് എത്രത്തോളമാണ് നമുക്കറിയാം. മറ്റ് 70 പേരിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾ ആരൊക്കെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന 70 സായുധ സേന അംഗങ്ങൾക്കാണ് ഇപ്പോൾ ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ നൽകിയിരിക്കുന്നത്. കേണൽ സോഫിയ ഖുറേഷിയാണ് വിശിഷ്ട സേവാ മെഡലിന് അർഹയായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വാർത്താ സമ്മേളനം നടത്തിയ ഉദ്യോഗസ്ഥയാണ് ഈ സോഫിയ ഖുറേഷി. നമ്മൾ അന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായ ഒരു വ്യക്തി കൂടിയാണ്. അവർക്കാണ് ഇപ്പോൾ വിശിഷ്ട സേവാ മെഡൽ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നത്. ശുഭാംശു ശുക്ലയ്ക്കാണ് അശോക ചക്ര നൽകിയത്. ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ ദൗത്യം അത് പൂർത്തീകരിച്ച ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആളാണ്. അതിന്റെ ക്യാപ്റ്റനാണ്. ഈ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോയ മറ്റൊരു ഇന്ത്യക്കാരൻ എന്നുള്ള പ്രത്യേകത കൂടി ശുഭാംശു ശുക്ലയ്ക്കുണ്ട്. ശുഭാംശു ശുക്ലയ്ക്കാണ് ഇപ്പോൾ അശോക ചക്ര ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ മലയാളികൾക്കേറെ അഭിമാനമായി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തി ചക്ര നൽകി ഇപ്പോൾ രാജ്യം ആദരിച്ചിരിക്കുകയാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ഈ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആളാണ്. 5 പേരിൽ ഒരാളാണ്. വ്യോമസേന ഗ്രൂപ്പിന്റെ ക്യാപ്റ്റനാണ്. അതിലുപരി നടി ലെന, നമ്മുടെ മലയാളത്തിന്റെ നടിയായിട്ടുള്ള ലെനയുടെ ഭർത്താവ് കൂടിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ് ഇപ്പോൾ കീർത്തി ചക്ര നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ മലയാളികൾക്ക് അഭിമാനമായി തന്നെ ഇപ്പോൾ ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് പ്രഖ്യാപിച്ചതിനകത്തുണ്ട്. പത്മ പുരസ്കാരങ്ങളായാലും ഒപ്പം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങളും ഒപ്പം ഇപ്പോൾ ഈ പുരസ്കാരം കൂടിയാകുമ്പോൾ തീർച്ചയായും മലയാളികൾക്ക് ഏറെ അഭിമാനമാകുന്ന പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കീർത്തന. ശരി, വൈഎസ് അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.